കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ കല്ലറയെ ചൊല്ലി ഉയർന്നുവന്ന നാടകീയമായ ദുരൂഹതകൾ നീങ്ങുന്നു. കല്ലറയ്ക്കുള്ളിൽ രേഖകളില്ലാത്ത മൂന്നാമതൊരു മൃതദേഹം കൂടിയുണ്ടെന്ന പരാതികളെ തുടർന്ന് ഇന്ന് രാവിലെ കല്ലറ തുറന്ന് പോലീസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് സത്യം പുറത്തുവന്നത്. കല്ലറയിൽ സംശയാസ്പദമായി കണ്ടത് മൂന്നാമത്തെ മൃതദേഹമല്ല എന്നും മുൻപ് സംസ്കരിച്ച മൃതദേഹത്തിന് താഴെയുണ്ടായിരുന്ന പഴയ പായാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്ന് രാവിലെയോടെയാണ് ഉദ്യോഗസ്ഥരുടെയും ഫോറൻസിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ കല്ലറ തുറന്ന് വിശദമായ പരിശോധന നടത്തിയത്. തുടർന്ന് പരിശോധനകൾ പൂർത്തിയാക്കി കല്ലറ വീണ്ടും അടച്ചു. ഈ മാസം 13-ാം തീയതി ശനിയാഴ്ചയാണ് വാണിയപ്പാറ പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ മറ്റൊരു സംസ്കാരത്തിനായി തുറക്കുന്നത്. ഈ സമയത്താണ് ഉള്ളിൽ പായൽ പൊതിഞ്ഞ നിലയിൽ അസ്വാഭാവികമായി മൃതദേഹം പോലെ തോന്നിക്കുന്ന ഒരു രൂപം കാണുന്നത്. ഇത് രേഖകളില്ലാത്ത മറ്റാരുടെയും മൃതദേഹമാണെന്ന് സംശയിച്ച പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കോന്നിയിൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2015-ൽ ജെയിംസ് എന്നയാളുടെ മൃതദേഹം സംസ്കരിച്ചപ്പോൾ ശവപ്പെട്ടിക്ക് താഴെയാണ് ഈ പായ വിരിച്ചിരുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ മരം കൊണ്ടുള്ള ശവപ്പെട്ടി പൂർണ്ണമായും ദ്രവിച്ചു പോയതോടെ ഈ പായ പുറത്തുവരികയായിരുന്നു. കല്ലറ തുറന്നപ്പോൾ ഇത് പായയിൽ പൊതിഞ്ഞ മറ്റൊരു മൃതദേഹമാണെന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണയ്ക്ക് വഴിമാറുകയായിരുന്നു. ഈ കല്ലറയിൽ നിയമപരമായി 2 മൃതദേഹങ്ങൾ മാത്രമാണ് അടക്കം ചെയ്തിട്ടുള്ളതെന്ന് രേഖകൾ പരിശോധിച്ച് പോലീസ് സ്ഥിരീകരിച്ചു. 2016-ൽ സെമിത്തേരി നവീകരിച്ചപ്പോൾ കല്ലറയുടെ നമ്പറുകളിൽ മാറ്റം വന്നിരുന്നു. മുൻപ് നിയമപരമായി സംസ്കരിച്ച 2 മൃതദേഹങ്ങൾ തന്നെയാണ് ഇപ്പോൾ കണ്ടെത്തിയതെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ തെളിഞ്ഞു. DNA അടക്കമുള്ള കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമേ ഇതിൽ പൂർണ്ണമായ ഔദ്യോഗിക സ്ഥിരീകരണം വരുമെങ്കിലും നിലവിൽ ദുരൂഹതകളെല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. സാധാരണയായി തങ്ങളുടെ സംസ്കാര ചടങ്ങുകളിൽ ഇത്തരം പായകൾ ഉപയോഗിക്കാറില്ലെന്ന് പ്രദേശത്തെ ചില നാട്ടുകാർ ഇപ്പോഴും പറയുന്നുണ്ട്.